മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ലൂക്ക 3:8. സ്നേഹമുള്ളവരെ, ചില ബലങ്ങളൊക്കെ നമ്മളെ അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് അവിടെ ഹോൾഡുണ്ട്, എനിക്ക് ഇവിടെ പിടിയുണ്ട്, ഞാൻ ചില കാര്യങ്ങളിലൊക്കെ മുമ്പനാണ്, ഞാൻ സമർത്ഥനാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഈ കൂട്ടമുണ്ട്, എനിക്ക് ഇന്ന ആളുകളുടെ കൂട്ടായ്മയുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. ശരിയാണ്. പക്ഷേ ഒന്നുറപ്പാണ്, മാനസാന്തരത്തിൻ്റെ ഫലങ്ങളില്ലാതെ. എന്താ മാനസാന്തരം? ദൈവത്തിങ്കലേക്ക് തിരിയുന്നു. ദൈവത്തിങ്കലേക്ക് നോക്കാൻ ബലമില്ലാത്തൊരുവന് ചുറ്റും നിൽക്കുന്നതൊന്നും ചിലപ്പോൾ ബലമായി മാറണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ബലം എന്താണ്? ഈ ചുറ്റും നിൽക്കുന്നതൊക്കെയാണോ? ഇവയൊക്കെ കൂടെ കാണുമെന്ന് കരുതരുത്. ഇവയൊക്കെ എന്നും ബലപ്പെടുത്തുമെന്ന് കരുതരുത്. ഇവയൊന്നും ബലപ്പെടുത്താത്ത ദിവസങ്ങൾ ജീവിതത്തിന് മുൻപിലുണ്ട്. അങ്ങ് അകലത്തേക്ക് കാലിൻ്റെ അടിയിലെ മണ്ണ് പോലും ചോർന്നു പോകുന്നത് പോലെ കാണുന്ന അനുഭവങ്ങളായി ഇവയൊക്കെ അകറ്റപ്പെടും. നീയും ദൈവവും ഒറ്റയ്ക്കായിരിക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ബലം ആരാണ്? ദൈവമാണ്. എനിക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്നുള്ളത് ഒരു ബലമായി കാണണ്ട. മാനസാന്തരം ഉണ്ടാവട്ടെ. ദൈവവുമായി അടുത്ത് നിൽക്കട്ടെ. ഈ ചുറ്റും നിൽക്കുന്നതൊന്നും കൂടെ കാണില്ല എന്ന് ഉറച്ച് നിശ്ചയിച്ച് മുൻപോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.